സീത വനവാസത്തിന് പോകുന്ന സന്ദർഭത്തിൽ ഗംഗയ്ക്ക് വഴിപാട് നേരുന്നുണ്ട്. സുരാകട സഹസ്രേണ മാംസഭൂതൗതനേനച്ച, വനവാസം കഴിഞ്ഞ് തിരിച്ചെത്തിയാൽ നിനക്ക് ഞാൻ എന്ത് നൽകാം? മാംസം നൽകാം. മാംസോദന, ഓദനം എന്ന് പറഞ്ഞാൽ ചോറ്, മാംസം എന്ന് പറഞ്ഞാൽ മാംസം എന്ന് തന്നെ അർത്ഥം. അപ്പം മാംസോദനം എന്ന് പറഞ്ഞാൽ മാംസച്ചോറ്. ഇന്നത്തെ നിലയ്ക്ക് മാംസച്ചോറ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബിരിയാണി എന്നർത്ഥം. അപ്പോൾ സീത വനവാസത്തിന് പോകുന്ന സന്ദർഭത്തിൽ ഗംഗയ്ക്ക് വഴിപാടായി നേർന്നത് ബിരിയാണിയാണ്. അത് ചിക്കൻ ബിരിയാണിയോ ബീഫ് ബിരിയാണിയോ ആകാം. സംഘകാലത്ത് തന്നെ മാംസച്ചോറുള്ളതിൻ്റെ മാംസച്ചോറ് മനുഷ്യർ കഴിച്ചിരുന്നതിൻ്റെ നിരവധി തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട്. കാട്ടിലേക്ക് രാമനെ അന്വേഷിച്ച് വന്ന ഭരതന് ഭരദ്വാജ മഹർഷി കൊടുക്കുന്ന സൽക്കാരം എന്ന് പറഞ്ഞാൽ പന്നിയിറച്ചി, ആട്ടിറച്ചിയുമാണ്. അന്ന് സാമ്പാറും അവിയലും തോരനും ഒന്നുമില്ല. വിപുലമായി പച്ചക്കറി കൃഷി ആരംഭിച്ചിട്ടില്ല. രാമായണ സീരിയലിൽ മാത്രമേ ആപ്പിളും ഓറഞ്ചും ഉള്ളൂ. ആപ്പിളിൻ്റെ കൃഷി ആരംഭിക്കാത്തൊരു കാലഘട്ടത്തിൽ ഇവരൊക്കെ ആപ്പിളിൽ നിന്നാണ് കഴിഞ്ഞതെന്നൊക്കെ പറയണമെങ്കിൽ ചില്ലറ ചരിത്ര ബോധമില്ലായ്മയൊന്നും പോരാ. അപ്പോൾ പുരാണ കഥാപാത്രങ്ങളൊക്കെ തന്നെ ഇറച്ചിയും മീനും കഴിച്ചിരുന്നവരാണ്. അതൊരു പച്ചയായ യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ മറച്ചു വെച്ചുകൊണ്ട് വെജിറ്റേറിയനിസത്തെ കേരള സമൂഹത്തിൽ ഉറപ്പാക്കാൻ പടർത്താൻ ശ്രമിക്കുന്നു. അതുവഴി ചെയ്യുന്ന എന്താണ്? അതുവഴി ചെയ്യുന്നത് കേരളത്തിലെ പാർശ്വവൽകൃത ജനതയ്ക്ക് എളുപ്പം ലഭ്യമാകുന്ന പ്രോട്ടീൻ്റെ ലഭ്യത തടഞ്ഞു വെക്കുക. അതുവഴി അവരുടെ ബൗദ്ധിക വികാസത്തെ തടസ്സപ്പെടുത്തുക. ചുരുക്കം പറഞ്ഞാൽ വെജിറ്റേറിയനിസം എന്ന് പറഞ്ഞാൽ മറുവഴി ജാതിയാണ്. ജാതി വ്യവസ്ഥയുടെ ഒരു മറുവഴി രൂപമാണ് യഥാർത്ഥത്തിൽ വെജിറ്റേറിയനിസം എന്ന് പറയുന്നത്. ഇതൊരു ദീർഘ പ്രോസസ്സാണ്. ദളിതരെയും ആദിവാസികളെയും സമ്പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുക എന്ന് പറയുന്ന യുക്തിയാണ് വെജിറ്റേറിയനിസത്തിൻ്റെ പാരമ്പര്യത്തിൽ ഉള്ളടങ്ങിയിരിക്കുന്നത്.